ദൈവത്തിൻ്റെ ഏകപുത്രൻ പാപികളെ രക്ഷിപ്പാൻ. ദൈവത്തിൻ്റെ ഏകപുത്രൻ പാപികളെ രക്ഷിപ്പാൻ മനുഷ്യനായി പാടുപെട്ടു കുരിശിന്മേൽ മരിച്ചു. മനുഷ്യനായി പാടുപെട്ടു കുരിശിന്മേൽ മരിച്ചു. ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം എരിവാ മനുഷ്യരിലെന്തു നന്മ കണ്ടു നീരക്ഷകരാ. മനുഷ്യരിൽ എന്തു നന്മ കണ്ടു നീരക്ഷകരാ. പാപികളും ദോഷികളുമായ നാരവർഗത്തെ, പാപികളും ദോഷികളും ആയ നാരവർഗത്തെ വീണ്ടെടുപ്പാൻ എത്ര കഷ്ടം സഹിച്ചു നീ ശാന്തമായി. വീണ്ടെടുപ്പാൻ എത്ര കഷ്ടം സഹിച്ചു നീ ശാന്തമായി. ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം എരിവാൻ മനുഷ്യരിലെന്തു നന്മ കണ്ടു നീരക്ഷകരാ. മനുഷ്യരിലെന്തു നന്മ കണ്ടു നീരക്ഷകരാ. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി ഗലാത്യലേഖനം 5-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തെ ആസ്പദമാക്കിയാണ്. ന്യായപ്രമാണം മുഴുവൻ അടങ്ങിയിരിക്കുന്ന ഏകവാക്യം ഏത് എന്നുള്ള ഒരു ചിന്തയാണ് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഓർമ്മപ്പെടുത്തിയ ആ ചോദ്യത്തിൻ്റെ ഉത്തരം കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്നതാണ്. സ്നേഹം പലതരത്തിലുണ്ട്, പക്ഷേ അതിൻ്റെ വിശദീകരണത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്ന വിഷയം കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. ഒരു പക്ഷേ ചോദിച്ചേക്കാം അതെങ്ങനെ സംഭവിക്കുമെന്ന്. അല്പം വിഷമമുള്ള സംഗതിയാണ്. നാം നമ്മെ തന്നെ സ്നേഹിക്കുന്ന ഒരവസരമാണ്. നല്ലതുപോലെ ഒരുങ്ങി നിന്നിട്ട് ഒന്ന് കാണുവാൻ കണ്ണാടിയുടെ മുമ്പിൽ നിലയുറപ്പിച്ചിട്ട് തലയൊന്ന് തിരിച്ചും മറിച്ചും ചരിച്ചുമൊക്കെ നോക്കിയിട്ട് സ്വയം പറയും, കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. ഇതാണ് സ്വയം സ്നേഹം പ്രകടിപ്പിക്കുന്നത്. എന്നാൽ നാം നമുക്ക് എത്രമാത്രം വില കൽപ്പിക്കുന്നുവോ, നമുക്ക് വേണ്ടി നാം എന്തെല്ലാം ചെയ്യുന്നുവോ, അതുപോലെ കൂട്ടുകാരൻ അപ്രകാരം ആർക്ക് ചെയ്യുവാൻ സാധിക്കുമോ അവരാണ് യഥാർത്ഥ സ്നേഹിതൻ. ഈ കാലങ്ങളിൽ നാം സ്വയം ഒന്ന് വിലയിരുത്തിയാൽ നമുക്ക് ആരെയൊക്കെ നമ്മെപ്പോലെ സ്നേഹിപ്പാൻ സാധിച്ചിട്ടുണ്ട് എന്ന് ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് നല്ലതായിരിക്കും. ദാവീദ് ഒരിക്കൽ പറഞ്ഞു, എൻ്റെ പ്രാണന് തുല്യനായിരിക്കുന്ന സ്നേഹിതൻ പോലും, അല്ലെ എൻ്റെ പ്രാണസ്നേഹിതൻ പോലും എനിക്കെതിരെ കുതികാൽ ഉയർത്തിയിരിക്കുന്നുവെന്ന്. ഇക്കാലങ്ങളിൽ പ്രാണന് തുല്യം സ്നേഹിക്കുന്ന എത്ര സ്നേഹിതന്മാരുണ്ട്. ഒരു പക്ഷേ അങ്ങനെ സ്നേഹിച്ചാൽ തന്നെ ഒടുവിൽ കുതികാൽ വെട്ടിയെന്നിരിക്കും. നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയില്ല എന്ന് വീരവാദം മുഴക്കിയ പത്രോസ് ചില സാഹചര്യങ്ങളുടെ മുമ്പിൽ യേശുവിനെ തള്ളിപ്പറഞ്ഞു. അപ്പോൾ ആരെ എങ്ങനെ വിശ്വസിച്ച് സ്നേഹിക്കാൻ പറ്റും? എങ്ങനെ സാധിക്കണമെങ്കിൽ യേശുവിൻ്റെ സ്നേഹം നമ്മൾ ഉണ്ടായിരിക്കണം. യേശുവിൻ്റെ ആ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാവകാശികൾ ആകുന്നെങ്കിൽ മറ്റൊരുവനെ പ്രാണതുല്യം സ്നേഹിക്കാൻ സാധിക്കും. പാപികളും ദോഷികളും മരണത്തിന് വിധിക്കപ്പെട്ടവരും ആയ നമ്മെ യേശു തൻ്റെ പ്രാണൻ തന്ന് നമ്മെ സ്നേഹിച്ച സ്നേഹം എത്രയോ ശ്രേഷ്ഠമാണ്. ഈ കർത്താവാണ് പറഞ്ഞത്, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്ന പോലെ നിങ്ങളും അന്യോന്യം സ്നേഹിക്കണമെന്ന്. ഇന്ന് ലോകത്തിൽ നടക്കുന്ന പല സംഭവങ്ങൾ പരിശോധിച്ചാൽ ഓരോ രാഷ്ട്രീയക്കാരൻ സ്വന്തം പാർട്ടിക്ക് വേണ്ടി വന്നാൽ മരിക്കാൻ തയ്യാറാകും. സ്വന്തം സമുദായത്തിനും മതത്തിനും വേണ്ടി ചിലർ മരിച്ചേക്കാം. എന്നാൽ മറ്റൊരുവന് വേണ്ടി ഒരുവൻ മരിക്കുവാൻ ആരും തയ്യാറാകില്ല. എന്നാൽ വ്യക്തികളുടെ മരണത്തെ തുടർന്ന് ദുഃഖം സഹിക്കാനാവാതെ പലരും സ്വയം മരിച്ചതായി കേട്ടിട്ടുമുണ്ട്. അത് മറ്റൊരു സംഭവമാണ്. നമ്മുടെ കർത്താവിന് വേണ്ടി മരിപ്പാൻ നമ്മോട് യേശു ആവശ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരു പക്ഷേ അതുപോലുള്ള അവസ്ഥ വന്നാൽ എത്ര പേർ അതിനു വേണ്ടി മുന്നോട്ട് വരും? അത് ബുദ്ധിമുട്ട് ഉള്ള വിഷയം
ആയതിനാൽ യേശു നമ്മോട് ചെയ്യുവാൻ പറഞ്ഞിരിക്കുന്നത് അന്യോന്യം സ്നേഹിക്കുക എന്ന് മാത്രമാണ്. ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും സ്നേഹിക്കുന്ന സ്നേഹമുണ്ട്. അങ്ങനെ ഉള്ള സ്നേഹത്തെ പറ്റിയല്ല പറയുന്നത്. മക്കൾ മാതാപിതാക്കൾ ബന്ധം, ഗുരുശിഷ്യ ബന്ധം, കാമുകന്മാരുമായുള്ള സ്നേഹബന്ധം, ഇതൊന്നുമല്ല ഇവിടുത്തെ സ്നേഹം എന്ന് പറയുന്നത്. അതായത് നമ്മെപ്പോലെ മറ്റുള്ളവരെ സ്നേഹിക്കണമെന്നതാണ്. പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ ക്രിസ്തുവിൻ്റെ സ്നേഹ ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്നെങ്കിൽ നമ്മെപ്പോലെ മറ്റുള്ളവരെ സ്നേഹിപ്പാൻ സംഗതിയാകും. കർത്താവ് എങ്ങനെ നമ്മെ സ്നേഹിച്ചു, നമ്മുടെ യോഗ്യതകൾ കണ്ടിട്ടല്ല, പ്രത്യേകത നമ്മെ ഓരോരുത്തരെയും പാപത്തിൻ്റെ അധീനതയിൽ നിന്ന് വീണ്ടെടുത്ത് രക്ഷിപ്പാനാണ് യേശു നമ്മെ സ്നേഹിച്ചത്. അതുമൂലം യേശുവിന് സ്വന്തം പ്രാണൻ നമുക്ക് വേണ്ടി നൽകേണ്ടി വന്നു. ഈ യേശുവിനെ ജീവിതത്തിൻ്റെ സഖിയായി സ്വീകരിച്ച് മുന്നേറുവാൻ തക്കണം. സർവ്വശക്തനായ കർത്താവ് നമ്മുടെ ഏവരുടെയും ജീവിതത്തിൽ സഹായിക്കട്ടെ. അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവമായ കർത്താവ് ഈ വചനങ്ങളെ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. തിരുവചന ഭാഗം തുടർന്നും ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ല തിരുവചനവുമായി നമുക്ക് വീണ്ടും കാണാം.